അപ്പസ്തോലന്മാരെ പോലെ വിശ്വാസനിമിത്തം പീഡനങ്ങൾ നേരിട്ട എല്ലാ ക്രിസ്ത്യാനികളോടുമുള്ള ആദരമറിയിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പെന്തക്കുസ്ത തിരുനാളിനോടനുബന്ധിച്ച് വൈറ്റ് ഹൌസ് പുറത്തുവിട്ട പ്രസ്താവനയിലായിരുന്നു പരാമർശം. ട്രംപിന്റെ പ്രസ്താവനയിലേക്ക് ക്രിസ്തീയ വിശ്വാസത്തിലെ ഏറ്റവും പവിത്രമായ സംഭവങ്ങളിലൊന്നായ പെന്തക്കുസ്ത തിരുനാളിൽ പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തെ സന്തോഷത്തോടെ ആഘോഷിക്കുന്ന ക്രിസ്ത്യാനികളോടൊപ്പം ഞാനും പ്രാർത്ഥനയിൽ പങ്കുചേരുന്നു. യേശുക്രിസ്തുവിന്റെ ഭൗമിക ദൗത്യത്തിന്റെ പൂർത്തീകരണത്തെയും അവിടുത്തെ പരിശുദ്ധവും സജീവവുമായ സഭയുടെ ജനനത്തെയും അനുസ്മരിക്കുന്നു. ഈസ്റ്റർ ഞായറാഴ്ച യേശുക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് 50 ദിവസങ്ങൾക്ക് ശേഷം പെന്തക്കുസ്തായിൽ പരിശുദ്ധാത്മാവ് ഒരു ശക്തമായ കാറ്റിന്റെ രൂപത്തിൽ അപ്പസ്തോലന്മാരുടെ മേൽ ഇറങ്ങി അന്യഭാഷകളിൽ സംസാരിക്കാനും സമീപത്തും വിദൂരത്തുമായ ദേശങ്ങളിലേക്കും ജനങ്ങളിലേക്കും സുവിശേഷം പ്രഘോഷിക്കാനും അവരെ പ്രാപ്തരാക്കി. നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുവിൻ. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് അപ്പസ്തോലനായ പത്രോസ് ധൈര്യത്തോടെ പ്രഖ്യാപിച്ചു. തുടർന്നുള്ള വർഷങ്ങളിൽ സർവശക്തനായ ദൈവത്തിന്റെ ധൈര്യവും കൃപയും നിറഞ്ഞ് അപ്പസ്തോലന്മാർ അപകടങ്ങളെ അഭിമുഖീകരിച്ച് ഹൃദയങ്ങളെയും മനസ്സുകളെയും ആത്മാക്കളെയും ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് നയിച്ചു. നരക കവാടങ്ങളുടെ എതിർശക്തികൾ പോലും പ്രബലപ്പെടാത്ത വിധത്തിൽ സഭയുടെ ആരംഭം അടയാളപ്പെടുത്തപ്പെട്ടു. 2000-ലധികം വർഷങ്ങൾക്ക് ശേഷം ഇന്നും ക്രിസ്തുവിന്റെ നാമം പ്രഖ്യാപിക്കുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിവരുന്നു. സുവിശേഷം പ്രചരിപ്പിക്കാൻ അവരെ പ്രാപ്തരാക്കുന്നു. അപ്പസ്തോലന്മാരെ പോലെ വിശ്വാസനിമിത്തം പീഡനങ്ങൾ നേരിട്ട എല്ലാ ക്രിസ്ത്യാനികളെയും ഞങ്ങൾ ആദരിക്കുന്നു. എന്റെ ഭരണകൂടം എല്ലായ്പ്പോഴും ദൈവത്തെ സ്വതന്ത്രമായി നിർഭയം ആരാധിക്കാനുള്ള ഓരോ അമേരിക്കക്കാരന്റെയും അവകാശം സംരക്ഷിക്കും. ഇക്കാരണത്താൽ അമേരിക്കയുടെ മതസ്വാതന്ത്ര്യത്തിന്റെ സ്ഥാപക തത്വം സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി വൈറ്റ് ഹൌസ് ഫെയ്ത്ത് ഓഫീസ് സൃഷ്ടിക്കുകയും അഭിമാനത്തോടെ വൈറ്റ് ഹൌസ് മതസ്വാതന്ത്ര്യ കമ്മീഷൻ സ്ഥാപിക്കുകയും ചെയ്തു. എന്റെ അധികാര കാലയളവിൽ പൊതു ഇടങ്ങളിൽ ദൈവത്തെ ഉയർത്തുകയും ഓരോ വിശ്വാസിയും അവരുടെ വിശ്വാസം സ്വതന്ത്രമായും പരസ്യമായും പീഡന ഭീഷണിയില്ലാതെ ജീവിക്കാൻ പ്രാപ്തരാകുകയും ചെയ്യും. പെന്തക്കുസ്തായുടെ അത്ഭുതവും ക്രിസ്തുവിന്റെ സഭയുടെ ജനനവും ആഘോഷിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ രാജ്യത്തെയും അതിലെ ജനങ്ങളെയും സമൃദ്ധമായ കൃപയാൽ നിറയ്ക്കട്ടെ. അത് നമുക്ക് സമാധാനവും സംരക്ഷണവും ദൈവസാന്നിധ്യവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അമേരിക്കൻ ഐക്യനാടുകളെ അനുഗ്രഹിക്കുന്നത് തുടരട്ടെ എന്ന വാക്കുകളോടെയാണ് ട്രംപിന്റെ പ്രസ്താവന അവസാനിക്കുന്നത്.